ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറി ടൊമാറ്റോ കൊണ്ട് എങ്ങനെയാണ് ഒരു സാലഡ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഈ ടൊമാറ്റോ എൻ്റെ ചെറിയ ഗാർഡനിൽ തന്നെ വളർത്തിയ ടൊമാറ്റോസാണ്. നിങ്ങൾ നേരത്തെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് ഞാൻ ടൊമാറ്റോ ഗ്രോ ചെയ്യുന്നതെന്ന്. ശാഖകളൊന്നും വിടാതെ സ്ട്രെയിറ്റായിട്ട് നേരെ മുകളിലോട്ടാണ് ഞാൻ ടൊമാറ്റോ വളർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ടൊമാറ്റോസൊക്കെ എടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. അതുപോലെ കുറച്ച് പയറുണ്ട്, ബ്രിഞ്ചോളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ 2 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് സ്നോ മൂടി പോകും. അതിന് മുമ്പ് ഈ വെജിറ്റബിൾസൊക്കെ പിക്ക് ചെയ്ത് കുറച്ചൊക്കെ ഫ്രീസറിൽ വെക്കണം, കുറച്ചൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാനുള്ളത് എടുക്കണം. ഇത് കുറേ ചീരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ധാരാളമായിട്ട് എടുക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്തു ഈ കഴിഞ്ഞ 2 മാസമായിട്ട്. അപ്പോൾ നമുക്ക് ഗാർഡനിലേക്ക് പോകാം, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം എങ്ങനെയാണ് സാലഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വെജിറ്റബിൾ ബെഡ്. ഒരു പന്തൽ പോലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്ഥലപരിമിതി കാരണം പലവിധ വെജിറ്റബിൾസ് ഒന്നിച്ചാണ് വളർത്തുന്നത് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ബ്രിഞ്ചോളുണ്ട്. ഈ ബ്രിഞ്ചോൾ ആയി വരുന്നതേ ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ ഇതൊക്കെ ആയി വരുമെന്ന് വിചാരിക്കുന്നു. ഈ നല്ലൊരു ബ്രിഞ്ചോൾ ആയി കിടപ്പുണ്ട്. അതുപോലെ ഇതിലൊരെണ്ണം നല്ലൊരു ഇത് വേറൊരു ടൈപ്പ് ബ്രിഞ്ചോളാണ്. സോ അതൊക്കെ ആയി കിടപ്പുണ്ട്. പിന്നെ കുറച്ച് മുളക് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ മുളക് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടായി വരുമ്പോഴത്തേക്ക് ഒന്നിൽ ഫോൾ ആകും, അപ്പോഴത്തേക്ക് ഇതൊന്നും കിട്ടത്തില്ല നമുക്ക്. ഈ വർഷം എന്തായാലും കുറച്ച് നേരത്തെ അതെല്ലാം ഉണ്ടായി വരുന്നുണ്ട്. ഇനി 2 മാസം കൂടെ ഉണ്ട് ഫോൾ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വർഷം നല്ല രീതിയിൽ പയറുണ്ടായിട്ടുണ്ട്. 1-2 തവണ ഞങ്ങൾ തോരൻ വെക്കാനൊക്കെ എടുത്തു. ഇനിയും എടുക്കാനായിട്ട് കുറേ കിടപ്പുണ്ട്. അത് സമയം പോലെ ഇനി എടുക്കണം. നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ ഫലങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് കാണാൻ തന്നെ മനസ്സിന് ഭയങ്കര സുഖമുള്ള ഒരു അനുഭവമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ചിലപ്പോൾ അധികം സ്ഥലമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ബാൽക്കണിയിലായിരിക്കാം, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്തിലായിരിക്കാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ തന്നെ ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല, വളരെ ചുരുങ്ങിയ സ്ഥലത്താണ് ഞങ്ങളിത് കൃഷി ചെയ്യുന്നത്. ടൊമാറ്റോ എങ്ങനെയാണ് ഞാൻ വളർത്തുന്നത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ശിഖരമൊന്നുമില്ലാതെ നേരെ മേളിലോട്ട് വിടുകയും മേളിൽ ചെന്നതിന് ശേഷം ബ്രാഞ്ച് പൊട്ടാൻ അനുവദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പേസ് മറ്റ് കൃഷികൾക്ക് വേണ്ടിയിട്ട് കിട്ടും. താഴെ നമുക്ക് അതിനോട് ചേർന്ന് വേറെ ക്രോപ്സൊക്കെ നടാനായിട്ട് പറ്റും. അധികം ക്രൗഡഡ് ആവത്തില്ല. അല്ലെങ്കിൽ ടൊമാറ്റോ ബുഷിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഒത്തിരി ക്രൗഡഡ് ആയിട്ട് നമുക്ക് വേറൊന്നും അവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റില്ല. ഈ വർഷം എനിക്ക് നല്ല ഈൽഡുണ്ട്. താഴെ ഒരുപാട് ടൊമാറ്റോ ഉണ്ടായിട്ടുണ്ട്. മേളിൽ ചെന്നതിന് ശേഷം ഒരുപാട് ടൊമാറ്റോ ഇപ്പോൾ അതിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി 2 മാസം കൂടെ നമുക്ക് കിട്ടും ഇവിടെ. അപ്പോഴത്തേക്ക് ഒരു ധാരാളം ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോയും പലതരത്തിലുള്ള ടൊമാറ്റോസ് ഉണ്ട്. അതെല്ലാം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം ചെറിയ കായായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. കുറേയൊക്കെ എടുത്ത് ഫ്രീസറിലൊക്കെ വെക്കണം. ഇത് റോമ ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ്. എനിക്ക് വേറൊരു ഇനത്തിൽപ്പെട്ട ടൊമാറ്റോ ആണിത്. അങ്ങനെ 2-3 ഇനത്തിൽപ്പെട്ട ടൊമാറ്റോസ് എനിക്ക് ഉണ്ട്. ചീര ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങളെടുത്ത് നേരത്തെ തോരൻ വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ബീട്രൂട്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടിൻ്റെ മേൾഭാഗം മുറിച്ച് വെച്ചിട്ട് വളർത്തുന്ന രീതിയുണ്ട്, അല്ലാതെ സീഡിട്ട് വളർത്തുന്ന രീതിയുണ്ട്. അങ്ങനെ സീഡിട്ട് ഞാനിപ്പോൾ കുറച്ച് സീഡ് ബീട്രൂട്ടിനിട്ടുണ്ട്. 60 ദിവസമാണ് സീഡിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത്. ഇത് ചാടെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഇലയാണ്. നമ്മുടെ ചീരയുടെ അതേ രുചിയാണ് ഇതിൻ്റെ ഇല തോരൻ വെച്ചാൽ. ഇതും ഞാൻ അരിയിട്ട് കിളിപ്പിച്ചതാണ്. വളരെ ഹെൽത്തിയായ ഒരു വെജിറ്റബിളാണ് ഇത്. പിന്നെ അതുപോലെ കുറച്ച് പാവയ്ക്ക ഇവിടെ ഉണ്ടായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് വെള്ളപ്പാവയ്ക്കാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ കാനഡയിൽ അങ്ങനെ വെള്ളപ്പാവയ്ക്ക കിട്ടില്ല. ഞാനെങ്കിലും ഗ്രോസറി സ്റ്റോറിലൊന്നും ഇരിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ പലതരത്തിലുള്ള പുതിന ഉണ്ട്, അതായത് ചോക്ലേറ്റ് പുതിന എന്ന് പറഞ്ഞിട്ട് ഇത് ആ ടൈപ്പിലുള്ള പുതിനയാണ്. അല്ലാത്ത വളരെ കുറച്ച് സ്ഥലമാണ് ഇവിടെ ഞാൻ കൃഷി ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. 5 അടി വീതിയിൽ ഏകദേശം ഒരു 20 അടി നീളത്തിൽ ഒരു വുഡൻ ബോക്സ് കൊണ്ട് ഒരു വെജിറ്റബിൾ ബെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കെയിലുണ്ട് ഇവിടെ. ഈ കെയിൽ ഞങ്ങൾ ധാരാളമായിട്ട് തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കും. ഒരു വാഴയുണ്ട്. ഒരു വാഴ അതിൻ്റെ ഇലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ്, അല്ലാതെ ഇതിൽ നിന്ന് പഴം കിട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വാഴ നടുന്നത്. പിന്നെ ഇതൊരു ആപ്പിൾ മരമാണ്. കുറച്ച് ആപ്പിൾ ഞങ്ങൾക്ക് കിട്ടി. ഇതൊരു ആപ്പിളിൽ 3 തരത്തിലുള്ള ആപ്പിൾ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ്. പിന്നെ ഇത് വേറൊരു തരത്തിലുള്ള ടൊമാറ്റോ ആണ്, വൈൻ ടൊമാറ്റോ എന്ന് പറയുന്നത്. ധാരാളമായിട്ട് ടൊമാറ്റോ ഇതിലുണ്ടാകും. ഒരു കൊലയിൽ തന്നെ ഒരുപാട് ടൊമാറ്റോസ് ഇതിലുണ്ടാകും. അതാണ് ഈ ടൊമാറ്റോയുടെ പ്രത്യേകത. അടുത്ത നമുക്ക് മുന്തിരി കാണാം. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള മുന്തിരിയാണ് ഞങ്ങളിവിടെ ഉള്ളത്. ഇത് കോൺകോർഡ് മുന്തിരി എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട മുന്തിരിയാണ്. ഇതിങ്ങനെ ബ്രൗൺ ആയി വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഗ്രീൻ മുന്തിരി. പിന്നെ ഞാനൊരു 2 വെറൈറ്റി കൂടെ വെച്ചിട്ടുണ്ട്. അതിൽ മുന്തിരിയൊന്നും ആയിട്ടില്ല. ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മുന്തിരിയാണ്. ഇതിപ്പോൾ സ്വീറ്റ് ആയിട്ടുണ്ടോ ഓൾറെഡി. ഇത് നല്ല പർപ്പിൾ കളറിൽ വരും. ഇത് നല്ല ഗ്രീൻ മുന്തിരിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടൊമാറ്റോ സാലഡിനുള്ള ചെറി ടൊമാറ്റോസ് എടുക്കാം. ഇങ്ങനെ എടുക്കുന്നത് തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മുടെ ചെറിയ ഗാർഡനിൽ നിന്ന് ഇങ്ങനെ ടൊമാറ്റോ പിക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിന്ന് കുറേ ടൊമാറ്റോ കിട്ടിയിട്ടുണ്ട്. എല്ലാ ടൊമാറ്റോ ഒന്നും നമ്മുടെ ഇന്നത്തെ സാലഡിൽ വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. അത് നമുക്കൊന്ന് കഴുകി പ്രിപ്പയർ ചെയ്ത് എടുക്കാം. ബാക്കി വരുന്ന ടൊമാറ്റോ നമുക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെക്കാം. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് വേണ്ടുന്നിടത്തൊക്കെ ഈ ചെറി ടൊമാറ്റോ ഉപയോഗിക്കാം. ഈ ചെറി ടൊമാറ്റോ ആക്ച്വലി വെറുതെ തിന്നാനും വളരെ ടേസ്റ്റിയാണ്. ഇതൊക്കെയാണ് നമുക്കിന്ന് വേണ്ടുന്ന സാലഡിന് വേണ്ടുന്ന കാര്യങ്ങൾ. ഒരു കുക്കുംബർ, പിന്നെ കുറച്ച് ടൊമാറ്റോ, ഒരു ലെമൺ. ഇത് നമുക്ക് ജ്യൂസ് വേണം. അതിൻ്റെ ഒരു ഡ്രസ്സിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം. പിന്നെ ഒരു ഓണിയൻ. ഇനി നമുക്കിതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഈ ടൊമാറ്റോ ഒന്ന് സ്ലൈസ് ചെയ്യണം. അതുപോലെ കുക്കുംബർ ഒന്ന് സ്ലൈസ് ചെയ്യണം. അധികം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റേണ്ട കാര്യമില്ല. ഇതൊന്ന് കടി കൊള്ളാൻ പാകത്തിന് ഉള്ള വലിപ്പമായിരിക്കും നല്ലത്. ഈ ടൊമാറ്റോ ഇത്തിരി പഴുത്ത് പോയി അധികം പഴുക്കാതിരിക്കുമ്പോൾ എടുക്കുന്നതാണ് നല്ലത്. കുക്കുംബർ എടുക്കുമ്പോൾ തൊലി കളഞ്ഞും തൊലി കളയാതെയും ഉപയോഗിക്കാം. ഞാനിപ്പോൾ അതിൻ്റെ തൊലി കുറച്ച് കളയുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തൊലി കുറച്ച് മാത്രമാണ് കളയുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഭംഗി ആ ഡിഷിന് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഓണിയൻ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഓണിയൻ നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇതിന് പലതരത്തിലുള്ള ഓണിയൻ ഉപയോഗിക്കാം. സ്വീറ്റ് ഓണിയൻ ഉപയോഗിക്കാം, യെല്ലോ ഓണിയൻ അല്ലെങ്കിൽ വൈറ്റ് ഓണിയൻ, എന്ത് ഉപയോഗിച്ചാലും മതി. ബട്ട് ഞാനിത് ഉപയോഗിക്കുന്നത് റെഡ് ഓണിയനാണ്. ഇത് ഡിൽ എന്ന് പറയുന്ന ഒരു ഹേർബാണ്. ഇവിടെ ധാരാളമായിട്ട് കിട്ടും. നമ്മുടെ മല്ലിയില എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫ്ലേവർ നൽകാൻ വേണ്ടി. ഇത് മസ്റ്റായിട്ടുള്ള കാര്യമല്ല, ഇത് ഓപ്ഷണലാണ്. ഇത് ഇടണമെന്നില്ല. ഇത് അതിൻ്റെ ഡ്രസ്സിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നാരങ്ങ ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഡ്രസ്സിങ് പ്രിപ്പയർ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഫ്രഷ്ലി സ്ക്വീസ്ഡ് ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ. ഇതില്ലെങ്കിൽ സാധാരണ വിനാഗിരി ഉപയോഗിച്ചാലും മതി. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 1 ടീസ്പൂൺ ഷുഗർ. പിന്നെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാലഡിനകത്തോട്ട് ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നന്നായിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ റാപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലിടുക. സാധാരണ ടൊമാറ്റോ കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇതിന് ചെറി ടൊമാറ്റോ തന്നെ ഒന്നും വേണമെന്നില്ല. This has come out very well. ടൊമാറ്റോയുടെ ഒരു സ്വീറ്റ് ഫ്ലേവറും ഡ്രസ്സിങ്ങിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചൂടുള്ള ദിവസം
കഴിക്കാനായിട്ട് ഇത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. വളരെ ഈസി ആയിട്ട് ഒരു 5 minutes കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീസോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്യാം. ഡില്ലൊന്നും വേണമെന്നില്ല, അതൊക്കെ ഓപ്ഷനായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് ചെറിയ ടൊമാറ്റോ തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് തരം ടൊമാറ്റോ കൊണ്ടും ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ഇറ്റ്. ഇതുപോലെ ഹോം ഗ്രോൺ വെജിറ്റബിൾസിൻ്റെ മറ്റ് പ്രിപ്പറേഷൻസുമായിട്ട് ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വരുന്ന ആഴ്ചകളിൽ അതൊക്കെയും പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.